വർഷങ്ങളായി ആനപിടുത്തം നിരോധിച്ചിട്ട്. പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ പ്രധാനമായും ആന പിടിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. വാരിക്കുഴി തീർത്തിട്ടാണ് ആനകളെ പിടിക്കുന്നത്. വാരിക്കുഴി ഉണ്ടാക്കി മുകളിൽ കല്ലും മണ്ണുമൊക്കെ നിരത്തിയിട്ട് ഇലയൊക്കെ വെച്ചാണ് ആന വരുമ്പോൾ വീഴും. അതിൻ്റെ ഒരു കുഴിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സന്തോഷം പറഞ്ഞിട്ടാണ് ഞാൻ ഈ കുഴിയാണ് നല്ല വിട്ടുപോയന കേട്ടോ. ആനകളെ പിടിക്കുന്ന കുഴിയാണ് വാരിക്കുഴി എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. ഈ കാട്ടാനകളെ പിടിച്ച് മെരുക്കാനായിട്ട് അന്ന് ഇങ്ങനെയുള്ള വാരിക്കുഴികളിലാണ് ആന ഇടുന്നുണ്ട്. ഈ ആന വീഴും. അധികമായിട്ട് പൊക്കമൊന്നുമില്ല. എത്ര അടിയാണ്? 12 അടി, 15 അടിക്കകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആനപിടുത്തത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാരിക്കുഴി. ഇതാണ് നമ്മുടെ പെരുവഴിക്കാല ഉന്നതിയിലേക്ക് പോകുന്ന സ്ഥലത്ത്. ഇത് മൂന്നാനക്കുഴി എന്നാണ് പേര്, അല്ലയോ? മൂന്നാനക്കുഴി എന്ന് പറഞ്ഞാൽ 3 ആനകളുണ്ട്. ആന ഏത് ഭാഗത്തുനിന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കുഴി തന്നെ വീഴും. ആ കുഴി ഇതുവരെ നികർന്നിട്ടില്ല, നികത്താതിട്ടിരിക്കുകയാണ്. ഇനിയൊരു ആനപിടുത്തമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ പെരുവഴിക്കാലയിലെ നമ്മുടെ കുളത്തൂപ്പുഴ റേഞ്ചിൻ്റെ പ്രധാന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാനക്കുഴി കൂടി നമ്മൾ കാണിച്ചിട്ട് പോവുകയാണ്. ഇതാണ് വാരിക്കുഴി. ആനകളെ പിടിക്കാനായിട്ട് പണ്ട് വനത്തിൽ നിർമ്മിച്ചിരുന്ന കുഴിയാണ് കാണുന്നത്. അപ്പോൾ അതുകൂടി കാണാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആരും കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. ആനകളിലേക്കടെ അപ്പോൾ ഒരുപാട് നടന്നു വരുന്നൊരു സ്ഥലമായിരിക്കും അല്ലേ. ആന പ്രധാനമായിട്ടും വരുന്ന വഴിയിലായിരിക്കുള്ള വാരിക്കുഴി. അപ്പോൾ ഇവിടെയൊക്കെ അന്ന് ഇവിടെ വനപ്രദേശവും ഇവിടെ വഴികളൊന്നും ഇല്ലായിരുന്നു. ആനകൾ മാത്രം സഞ്ചരിക്കുന്ന ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുഴി 3 ആനയുടെ കൂട്ടമായിട്ട് വരുമ്പം ഏതെങ്കിലും ഒരു ആന ഇത് വീണിരിക്കും.